നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പറയുന്ന വിഷയം വേഴം നേർഗതിയിൽ ഉച്ചരാശിയിലേക്ക് വരുന്നു എന്നാണ് വിഷയം. വേഴം ഇപ്പോൾ മിഥുന രാശിയിൽ വക്രത്തിൽ നിൽക്കുന്ന വേഴം അത് നേർഗതിയിൽ കർക്കിടകൻ രാശിയിലേക്ക് വരുന്നു. അതായത് ഉച്ചരാശിയിലേക്കാണ്. കർക്കിടകൻ രാശി വേഴത്തിന്റെ ഉച്ചരാശിയാണ്. അപ്പൊ വേഴം നേരത്തെ കർക്കിടകൻ രാശിയിൽ നിന്നിരുന്ന വേഴം വക്രത്തിലായി മിഥുന രാശിയിലേക്ക് പോയതാണ്. ഇപ്പോഴിതാ വീണ്ടും ഉച്ചരാശിയിലേക്ക് വേഴം വരുന്നു. അതെപ്പോഴാണ്? 2026 ജൂൺ 2-ാം തീയതി വെളുപ്പിന് 1:05 വേഴം തന്റെ ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു. ഒരു ഗ്രഹം ഉച്ചരാശിയിൽ പ്രവേശിച്ചാൽ ആ ഗ്രഹത്തിന് ഫലദാനശേഷി കൂടും എന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. വേഴം ആരാണ്? സർവേശ്വരകാരകനാണ്. വേഴം സർവേശ്വരകാരകൻ മാത്രമല്ല, സന്താനകാരകനാണ്, ധനകാരകനാണ്, ആത്മീയകാരകൻ കൂടിയാണ് വേഴം. ഈ വേഴഗ്രഹം പ്രസാദിച്ചാൽ എല്ലാ ഗ്രഹങ്ങളും പ്രസാദിക്കും എന്നൊരു ചൊല്ലുണ്ട്. അപ്പോ വേഴം ഇപ്പോൾ മിഥുനൻ രാശിയിൽ നിന്നും കർക്കിടകൻ രാശിയായ തന്റെ ഉച്ചരാശിയിലേക്ക് ഈ ജൂൺ 2-ാം തീയതി വീണ്ടും കടന്നു വരികയാണ്. അതായത് വീണ്ടും വേഴം നേർഗതിയിലേക്ക് വരുന്നു. ജ്യോതിഷവിധി പ്രകാരം ചന്ദ്രകേന്ദ്രത്തിൽ വേഴം വന്നാൽ ഗജകേസരി യോഗം എന്ന യോഗം വരും. അതായത് ചന്ദ്രന്റെ കേന്ദ്രസ്ഥാനത്ത്, ചന്ദ്രൻ നിൽക്കുന്ന രാശി അതാണ് നക്ഷത്രങ്ങൾ. ആ നക്ഷത്രങ്ങളുടെ കേന്ദ്രസ്ഥാനത്ത് വേഴം വരുമ്പോൾ ഗജകേസരി യോഗം അല്ലെങ്കിൽ ഗജരാജയോഗം ഉണ്ടാവും. അതാണ് ജ്യോതിശാസ്ത്രം വരുമ്പോൾ പറയുന്നത്. അപ്പൊ ആ ഗജരാജയോഗം അല്ലെങ്കിൽ ഗജകേസരി യോഗം വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ആ രാശികൾ ഏതൊക്കെയാണ്? കർക്കിടകൻ രാശി. ഒന്ന് കർക്കിടകൻ രാശിയാണ്, മറ്റൊന്ന് മേടൻ രാശി, വേറൊന്ന് മകരൻ രാശി, പിന്നെ തുലാൻ രാശി എന്നിവയാണ്. അപ്പൊ കർക്കിടകൻ രാശി എന്ന് പറഞ്ഞാൽ ഇപ്പൊ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്നവർക്ക് വേഴം ജന്മത്തിലേക്കാണ് വരുന്നത്. അപ്പൊ ഈ രാശിക്കാർക്കാണ്, ഈ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾക്കാണ് ഗജരാജയോഗം വരുന്നത്. ഈ ഗജരാജയോഗം അല്ലെങ്കിൽ ഗജകേസരി യോഗം എന്ന് പറയുന്നത് എന്താണ്? ആനയെപ്പോലെ കരുത്തും സിംഹത്തെ പോലെ തേജസ്സും നൽകുന്ന ഒരു യോഗമാണിത്. ആനയെപ്പോലെ കരുത്തും സിംഹത്തെ പോലെ തേജസ്സും നൽകുന്ന ഒരു യോഗം. അപ്പം എല്ലാം ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിലെ ഉൾക്കൊണ്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. എല്ലാവിധ നേട്ടങ്ങളും, സമൂഹത്തിൽ മാന്യതയും പ്രശസ്തിയും വർദ്ധിക്കാൻ ഈ യോഗം ഈ നക്ഷത്രക്കാർക്ക് കാരണമാകും. ജീവിതത്തിന്റെ പല മേഖലകളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു യോഗമാണിത്. പുരോഗതിയും ഈ യോഗം തരും. വളരെയധികം പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ യോഗം കൊണ്ട് കിട്ടുന്നതാണ്. ഈ യോഗം ഗ്രഹങ്ങളുടെ സഞ്ചാരം കൊണ്ട് ഗോചരപരമായി ഉണ്ടാവുന്ന ഒന്നാണ്. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഈ ഗജരാജയോഗത്തിന്റെ ഫലങ്ങൾ ഉണ്ടാവുന്നതാണ്. ഇത് ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് ഈ പറഞ്ഞ രാശികളിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾക്ക്. അപ്പോ നക്ഷത്രങ്ങളെ നമുക്കൊന്ന് വേർതിരിച്ച് കാണാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് കർക്കിടകക്കൂറിൽ അല്ലെങ്കിൽ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന ആ നക്ഷത്രങ്ങളിൽ
വേടത്തിന്റെ ഈ മാറ്റം മൂലം ആ നക്ഷത്രക്കാർക്ക് എന്തെല്ലാം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ ഗജകേസരി യോഗം എങ്ങനെയൊക്കെ തരും എന്ന് നമുക്ക് നോക്കാം. വേടത്തിന്റെ രാശിമാറ്റം മൂലം ഗജരാജയോഗം വരുന്ന കർക്കിടകൻ രാശിയുടെ ഫലം നമുക്ക് ഈ വീഡിയോയിൽ ആദ്യം പറയുകയാണ്. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? പുണർദങ്കാലി, പൂയം, ആയില്യം. ഇതാണ് കർക്കിടകൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ. കർക്കിടകക്കൂറുകാർക്ക് വേഴം ജന്മരാശിയിലാണ് നിൽക്കുന്നത്. അവരെ സംബന്ധിച്ച്, ആ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരുടെ ജന്മരാശിയിലാണ് വേഴം നിൽക്കുന്നത്. ജന്മവേഴം, അതായത് ജന്മരാശിയിലെ വേഴം അത്ര ശുഭകരമല്ല എങ്കിലും വേഴം സ്വന്തം രാശിയിലോ, അതായത് സ്വന്തം രാശി, വേഴത്തിന്റെ സ്വന്തം രാശി ഏതാണ്? ധനു, മീനം എന്നീ രാശിയിലോ ഉച്ചരാശിയിലോ നിൽക്കുമ്പോൾ, ഉച്ചരാശി എന്ന് പറഞ്ഞാൽ കർക്കിടകൻ രാശി, കർക്കിടകൻ രാശിയിലോ നിൽക്കുമ്പോൾ അതിന്റെ ദോഷാനുഭവങ്ങൾ കുറയും. അപ്പൊ അതുകൊണ്ടാണ് വേഴം ജന്മരാശിയാണെങ്കിലും, ഈ നക്ഷത്രക്കാർക്ക് ജന്മരാശിയാണെങ്കിലും വേഴം അവിടെ വേഴത്തിന്റെ ഉച്ചരാശിയാണ് കർക്കിടകൻ രാശി. അതുകൊണ്ടാണ് ദോഷം കുറയും എന്ന് പറയുന്നത്. ഉച്ചരാശിയിലോ നിൽക്കുമ്പോൾ ദോഷം വളരെയധികം കുറയും ഉണ്ടെങ്കിൽ ഇവരെ സംബന്ധിച്ച്. അതുകൂടാതെ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയമായിരിക്കും ഇവരെ സംബന്ധിച്ച്. അപ്പൊ നേരത്തെ ചില ഭാഗ്യാനുഭവങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ആദ്യം പറഞ്ഞു. അതോടൊപ്പം തന്നെ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഈ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച്. ഇവർക്ക് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം ജനിപ്പിക്കുന്ന ഒരു സമയവും കൂടിയാണ്. അതുകൂടാതെ ഹംസയോഗത്തിന് കാരണമാകുന്ന അവസ്ഥകളും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ്. വേഴം ജന്മരാശിയിൽ ഉച്ചത്തിൽ നിൽക്കുന്നത് ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന സമയമാണ്. പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ ഒരു യോഗമാണ് ഈ ഹംസയോഗം എന്ന് പറയുന്നത്. ഇത് ഭാഗ്യം, സൽസ്വഭാവം, ദീർഘായുസ് എന്നിവ നൽകുന്നതാണ്. സാമ്പത്തികമായി നേട്ടങ്ങൾ, മനസമാധാനം, ശരീരസുഖം, മെച്ചപ്പെട്ട ആരോഗ്യം, അല്ലെങ്കിൽ രോഗങ്ങളുണ്ടെങ്കിൽ ആ രോഗത്തിന് ശമനം, ഇതെല്ലാം ഈ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന ഈ പുണർദങ്കാലി, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വേഴത്തിന്റെ രാശിമാറ്റം മൂലം ഉണ്ടാവുന്നതാണ്. സാമ്പത്തികമായ നേട്ടം, മനസമാധാനം, ശരീരസുഖം, ആരോഗ്യം ഇതൊക്കെ വളരെ മെച്ചപ്പെട്ടതായിരിക്കും. തൊഴിൽപരമായ ഉന്നതി ഇവർക്ക് ഉണ്ടാവും. തീർത്ഥയാത്ര പോകാൻ ഇവർക്ക് കഴിയുന്നതാണ്. തീർത്ഥയാത്ര പോകും. പുണ്യക്ഷേത്ര ദർശനം നടത്താനായിട്ടുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ്. വേഴം ആത്മീയകാരകൻ കൂടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ധനപരമായ ഉന്നമനവും ഇവർക്ക് ഈ സമയത്ത് വളരെയധികം ഉണ്ടാകുന്ന ഒരു സമയമാണ്. കാരണം വേഴം ധനകാരകനാണ്. ദൈവീക കാര്യങ്ങളിൽ കൂടുതൽ അടുപ്പവും ഭരണപരമായ കാര്യങ്ങളിൽ ഇവർ ചെന്ന് ഏർപ്പെടുകയും ചെയ്യും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകുന്ന സമയമാണ് ഇവരെ സംബന്ധിച്ച് ഈ വേഴമാറ്റം ഉണ്ടാക്കുന്നത്. സമൂഹത്തിന് വഴികാട്ടിയായും ഉപദേശകനായും ഈ സമയത്ത് ഇവർക്ക് പ്രവർത്തിക്കാൻ കഴിയുകയും ചെയ്യും. മൊത്തത്തിൽ നോക്കുമ്പോൾ കർക്കിടകക്കൂറുകാർക്ക് ഈ വേഴത്തിന്റെ മാറ്റം, ഉച്ചരാശിയിലേക്കുള്ള മാറ്റം വളരെയധികം നേട്ടങ്ങൾ തരുന്ന ഒന്നാണ്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.